ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ഏകദേശം ധാരണ ഉണ്ടായെന്ന് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഒരു കൺഫർമേഷൻ ഏകദേശം വന്നിട്ടുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറിയാം, ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് തുടങ്ങി മോസ്റ്റ്ലി 24,680 റേഞ്ചിലെത്തി 25,000 മുകളിൽ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റിനെ ഒരു ട്രേഡ് ഡീൽ അനൗൺസ്മെൻറ്റിലൂടെ ഇന്നലത്തെ SGX നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ വൈൽഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇന്നലെ SGX നിഫ്റ്റിയൊക്കെ കാണിച്ചത്. അതായത് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ SGX നിഫ്റ്റി ഇന്നലെ വലിയ രീതിയിൽ പമ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയാലും വലിയ വലിയ FIAs ആയാലും എന്തോരം കാത്തിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു ട്രേഡ് ഡീലിന് വേണ്ടി എന്നുള്ളതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. ആ ഒരു ട്രിഗറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ള സൂചനയാണ് ഇന്നലെ എക്സ്ചേഞ്ച് നിഫ്റ്റി പമ്പ് ചെയ്ത രീതി. ആൻഡ് മാർക്കറ്റ് സ്റ്റിൽ 800 പോയിന്റ്സ് അപ്സൈഡിൽ നിൽക്കുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, 800 പോയിന്റ്സിൻ്റെ അധികം അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. വളരെയധികം പോസിറ്റീവിൽ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 നാസ്ഡാക്ക് നോക്കുകയാണെങ്കിലും പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവാണ്. ആൻഡ് ടോട്ടലി ഏഷ്യൻ മാർക്കറ്റ്സും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാർക്കറ്റ് ഒരു 3% എങ്കിലും അപ്സൈഡ് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എടുത്തു ചാടി ട്രേഡ് ചെയ്യരുത്. ഒരുപാട് ഇപ്പം അധികം നല്ല രീതിയിലുള്ള ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ മേ ബി ക്വിക്ലി ഒരു സെല്ലിംഗ് പ്രഷറും വന്നേക്കും. കാര്യം അറിയാം, നമുക്ക് മാർക്കറ്റാണ്. എപ്പോഴും മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ട്രാപ്സ് ഉണ്ടാവും. ഒരുപാട് രീതിയിൽ അപ്സൈഡ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാകും. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവാം. മിക്കവാറും US ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തതോടുകൂടി മേ ബി ബോട്ടം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബെറ്റർ. 24,602 ഈ റേഞ്ചിൽ ഒരു മാർക്കറ്റ് ബോട്ടം എടുത്ത് നിൽക്കുകയാണെങ്കിൽ ബെറ്റർ. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ 26,296 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും ട്രിഗർ ഓക്കെയാണ്. മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നു കഴിഞ്ഞു. ആൻഡ് ഈ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് അതിജീവിക്കും എന്നുള്ളൊരു സൂചനയും നമുക്കിപ്പോൾ ഇന്നലത്തെ ട്രേഡ് ഡീൽ അനൗൺസ്മെൻറ്റിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ് ഡീൽ വന്നതോടുകൂടി നമ്മളിപ്പോൾ ഒരുപാട് ബൈങ്ങിലേക്ക് കടക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം US ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. വെനസ്വേലിയൻ ഓയിൽ നമ്മൾ വാങ്ങുമെന്നും അതിന് 500% അപ്സൈഡ്, 500% നമ്മൾ വെനസ്വേലിയൻ ഓയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എത്ര രീതിയിൽ വിശ്വസിക്കാമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പാക്ട് വരുന്നവരേക്ക് നമ്മൾ തൽക്കാലം വെയിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പം ട്രംപ് പറയുന്ന എത്ര കാര്യങ്ങൾ നമുക്ക് വിശ്വസനീയമാണെന്നുള്ള കാര്യം നമുക്ക് പറയാനൊന്നും കഴിയത്തില്ല. പുള്ളി ഒരുപാട് തവണ മാറ്റി പറയും. ഇതിങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊക്കെ ഉള്ള ഒരു കൺഫർമേഷൻസ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നവരേക്കും. ഓക്കെ, അപ്പം സ്റ്റോക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരുപാട് നല്ല സ്റ്റോക്സ് അത്യാവശ്യം ന്യൂസ് ബേസ്ഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെയും ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത്, കാസ്ട്രോൾ ഇന്ത്യ, FSL, HFCL, JK ലക്ഷ്മി സിമന്റ്, കാൻസൈ നെറോളിക് പെയിന്റ്, മാൻകൈൻ ഫാർമ, നസറ ടെക്നോളജീസ്, NMDC, അദാനി പോർട്സ്, സൈഡസ് വെൽനസ്, റിവന്യൂ ടെർബ്യൂൺ, ട്രോൾട്ട് ബയോഎനർജി തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. കെയർഫുൾ ആയിട്ടിരിക്കുക. റിസൾട്ട് വന്ന കമ്പനികൾ എന്ന് പറയുന്നത് UPL, PV ഫിൻടെക് പോലുള്ള കമ്പനികൾ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. UPLന് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. PV ഫിൻടെക്കിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. തെർമാക്സ് പ്രോഫിറ്റ് സ്പൈക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഇൻഡസ് ടവേഴ്സിന്റെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പരദീപ് ഫോസ്ഫേറ്റിന്റെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആരതി ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള പോസിറ്റീവ് ന്യൂസ് ആണ്. ചാലറ്റ് ഹോട്ടൽസിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ന്യൂസുകൾ നിലവിലുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ട്രേഡ് ഡീൽ അനൗൺസ്മെന്റ് വന്നതോടുകൂടി സ്റ്റോക്സിനെല്ലാം ട്രിഗർ ചെയ്യാനുള്ള ഒരു ന്യൂസസ് നിലവിലുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും കയറി വരും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയിൽ നടക്കാം. പിന്നെ യൂണിക്കൺ ലബോറട്ടറീസിന്റെ ഒരു ന്യൂസ് നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ US FDA ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. അതിൽ 5 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. പ്രൊസീജിയറൽ നേച്ചർ എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ബട്ട് കമ്പനി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള കാര്യം യൂണിക്കൺ ലബോറട്ടറീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ള ന്യൂസ് എന്ന് പറയുന്നത്, ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് 1,200 കോടി ചെന്നൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് നിലവിലുണ്ട്. അപ്പം നമ്മുടെ നിഫ്റ്റി ഇന്ന് ടോട്ടലി ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ
നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഴയ പോലെ ഫോളോ അപ്പ് ട്രേഡ്സ് ഒക്കെ ചെയ്യാൻ കഴിയും. ഒരുപാട് നല്ല ട്രേഡ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന എല്ലാ ഒരു സ്റ്റോക്സും വിറ്റിട്ടില്ല. ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊരു ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ലൈവിൽ ഒരുപാട് ട്രേഡ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ പല സ്റ്റോക്സും നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വിട്ടിട്ടില്ല. ജസ്റ്റ് ഹോൾഡിങ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുമായിരുന്നു. മാർക്കറ്റിൻ്റെ ഒരു ട്രിഗറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ ട്രിഗർ എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇന്ന് എന്താണ് മാർക്കറ്റിന്റെ അവസ്ഥ എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് തൊട്ട് വീണ്ടും പഴയ പോലെ നിങ്ങൾക്ക് സ്റ്റോക്സിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ സ്റ്റോക്സിനെ കുറിച്ചല്ല, ഏത് സ്റ്റോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇപ്പം ഇത്രയും ദിവസം നമ്മൾ സ്റ്റോക്സ് വലുതായിട്ട് അങ്ങനത്തെ ഡിസ്കസ് ചെയ്യാതിരുന്നതിന്റെ പ്രധാന കാര്യം പറഞ്ഞു, വലിയ കാര്യമില്ലായിരുന്നു. സോ മാർക്കറ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് പോകാം. ഓക്കെ, സോ താങ്ക് യു.